എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം ഒരു 10-25 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കുറച്ചധികം വണ്ടികളുടെ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കൂടി ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ചെറിയ ചെറിയ ഡിലേ വന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് താമസിച്ചതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. നമുക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടിയില്ല നമുക്ക് വീഡിയോ ഇടാനായിട്ട്. പൊതുവേ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടികൾ, ആർക്കെങ്കിലും നമ്മൾ വാങ്ങി കൊടുക്കുന്ന വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴാണ് ഒരു ക്ലീൻ പീസ് വണ്ടി കിട്ടിയത്. അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ 1-2 ആഴ്ച നമ്മുടെ വീഡിയോസ് ഒന്നും കാണാതെ ഒരുപാട് പേര് എന്നെ മെസ്സേജിലൂടെയും ഫോൺ വിളിച്ചും ഒക്കെ തിരക്കി, എന്താണ് വീഡിയോസ് ഒന്നും കാണുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നവരോടും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോടും ഒക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നതിനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുകയാണ്. 1-2 പേര് ചില വീഡിയോസിൽ എൻ്റെ മുഖം കണ്ടു, അല്ലെങ്കിൽ ഞാനും അതിനകത്തുണ്ടായിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാർട്ട്ണർഷിപ്പിലാണോ എന്നൊക്കെ ചോദിച്ച് കോള് വന്നിരുന്നു. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മൾ ആരുമായിട്ട് ടൈപ്പോ പാർട്ട്ണർഷിപ്പോ അങ്ങനെയുള്ള യാതൊരുവിധ പരിപാടികളും നമുക്കില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾ ഡൽഹിയിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളുടെ റിക്വയർമെൻറ്റ് വരുമ്പോൾ അത് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വണ്ടികൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റുള്ള വീഡിയോകളിലൊക്കെ ഉൾപ്പെട്ടു പോകുന്നത്. നമ്മൾ സിംഗിളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ, 1,00,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് ഒരു 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണ്. BS6 വേരിയൻ്റാണ് ഈ വാഹനം വരുന്നത്. ഗ്രേ കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരിട്ട് വാഹനത്തിൻ്റെ വാക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ ബഫിങ്ങിൽ പോകുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഫെൻഡറിൽ ഒരു അഡീഷണൽ മിറർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് പറഞ്ഞു പോകാം. നമുക്ക് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വണ്ടിയുടെ ഫുള്ള് പെയിൻറ്റ് ചെക്ക് ചെയ്തതാണ്. യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ഒരൊറ്റ സിംഗിൾ പീസിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഡോറുകളിലും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല. ഈ ഡോറിൻ്റെതായി ഈ താഴെ ഭാഗത്ത് ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്. ഇതൊക്കെ ബഫിങ്ങിൽ പോകും. ഇതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ചിലപ്പോൾ ആ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണണമെന്ന് പോലും ഇല്ല. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഫ്രണ്ട് ഗ്ലാസ് തൊട്ട് ഈ ഡോറുകളിലെ ഗ്ലാസ്സുകളാണെങ്കിലും ക്വാർട്ടർ ഗ്ലാസ്സുകളാണെങ്കിലും എല്ലാ ബാക്കിലത്തെ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസ്സുകളും കമ്പനി അന്ന് വന്ന സെയിം ഗ്ലാസ്സുകൾ തന്നെ, ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ്സുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഡോറുകൾ തുറന്ന് ഇനി ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. നല്ല രീതിയിൽ കൊണ്ടു നടന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകിലത്തെ ഡോറിലേക്ക് വരാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഈ റോഡ് ശകലം പൊങ്ങിയും താന്നുമാണ് കിടക്കുന്നത്, കാരണം ഒരു ഹൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻറ്റീരിയറൊക്കെ നമുക്ക് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുവാണെങ്കിൽ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ടൈൽ ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ 2 ടൈൽ ലൈറ്റിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ക്രാക്കുകളോ ഡാമേജോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമുക്കിനി ഈ ഇതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിക്കിയിലെങ്ങും ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. റീപെയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈവൻ ബമ്പേഴ്സ് പോലും എനിക്ക് തോന്നുന്നില്ല അത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്ന് ഇനി ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു പോവാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ചെറിയ ഇലകളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ വന്നാണ് നമ്മൾ വണ്ടിയുടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മരത്തിൽ നിന്നുള്ള ഇലകളൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഭാഗത്തേത് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ കാണുന്ന വാട്ടർ മാർക്കുകളാണ്. ഇവിടുത്തെ വെള്ളത്തിന് പൊതുവെ ശകലം കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ അത് വെള്ളം ഇരിക്കുന്നതിൻ്റെ ഒരു വാട്ടർ മാർക്കാണ്. അതൊക്കെ നമ്മൾ വണ്ടി ഡീറ്റെയിലിങ്ങിന് കൊടുക്കുമ്പോൾ നല്ല ക്ലീൻ കണ്ടീഷനിലേക്ക് വരും. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ്ങുകൾ നമുക്ക് കാണാം. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഒരു ശകലം പോലും റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിക്കിയുടെ പാടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഡിക്കി അടച്ചിട്ട് ഈ വാഹനത്തിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ ഈ ഒരു ഭാഗത്തെ ഈ 2 ഡോറും ഈ ഒരു ക്വാർട്ടർ പാനലിലൂടെ കൂട്ടി പറയാം. ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഇങ്ങേ അറ്റത്ത് ഫെൻഡറിൻ്റേത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ഡോറുകളും തുറന്ന് ഇതിനുൾവശം ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ പൊതുവെ ഒരു ബ്ലാക്ക് ടോണിലാണ് ഫുള്ളി വന്നിട്ടുള്ളത്. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഡോർ പാഡെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടുത്തെ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഫെൻഡറിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നുമില്ല. ഈ വണ്ടിയുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ എടുക്കുന്ന ആൾക്ക് ഒരു ജസ്റ്റ് ഒരു 5000 രൂപ 7000 രൂപയുടെ ഒരു ഔട്ട്സൈഡ് ഒരു റബ്ബിംഗ് പോളിഷ് മാത്രമേ നീഡ് ചെയ്യുന്നുള്ളൂ. ഇൻറ്റീരിയറൊക്കെ നല്ല പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഫ്രണ്ട് ഗ്രില്ലൊക്കെ നമ്മളൊന്ന് വണ്ടി വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ഇരിക്കും ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ. അപ്പോൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബോണറ്റിലൊന്നും ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ബോണറ്റിൻ്റെ ആ കറക്റ്റ് ഇതറിയണമെങ്കിൽ നമ്മൾ ഈ വണ്ടി തുറക്കുമ്പോഴത്തേന് അറിഞ്ഞാൽ മതി. നല്ലതായിട്ട് ഇങ്ങനെ നല്ല സൗണ്ടോട് കൂടി ഇത് ചാടി തുറക്കണം. എന്നാലാണ് അതിൻ്റെ ആ കറക്റ്റ് പെർഫെക്ഷനിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തും ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വാട്ടർ മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല പോളിഷിങ്ങിലേ പോകത്തുള്ളൂ. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ എൻജിൻ റൂമൊക്കെ ഇവിടെ കിടന്നിട്ട് ചെറിയ കരിയിലകളൊക്കെ വീണ് കിടക്കുവാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേന് വയറിംഗ് ഒക്കെ നല്ല പ്രോപ്പർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ ഒരു ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ബാറ്ററി എക്സൈഡിൻ്റെ ഒരു പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം അപ്പ് ആൻഡ് ഡൗൺ ഞാൻ ഡ്രൈവ് ചെയ്തതാണ്. പുതിയ വണ്ടി ഓടിക്കുന്ന അതേ ഫീലാണ്. അത്രയും ഹൈലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ നോയ്സ് കേൾക്കുമ്പോൾ അറിയാം അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കിലോമീറ്റർ കാണാം. 1,1134 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാം എത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലോ ഡാഷ്ബോർഡിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഈ ഒരു പോർഷനൊക്കെ ഇവർ അഡീഷണൽ ഡിപ്പ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഫിനിഷിംഗ് ആണ് അതിന്. അതേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ വശത്തും അവർ ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഡാഷ്ബോർഡൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സ്റ്റിയറിങ്ങിലെ സ്വിച്ചുകളൊക്കെ ആണെങ്കിലും യാതൊരു വിധത്തിലുള്ള കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സ്വിച്ചുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് വരുന്നത് നമുക്ക് ഫ്രണ്ടിലത്തെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അതിൻ്റെ സ്വിച്ചാണ് ഈ വരുന്നത്. അതുപോലെ 2 സീറ്റുകളും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് വരുന്നത്. അതും ഒരു
ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. 2 സീറ്റുകളും അതേപോലെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് വണ്ടി ഡിഫറെൻറ്റ് മോഡ്സിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള എക്കോ മോഡിൻ്റെയും സ്പോർട്സ് മോഡിൻ്റെയും നോർമൽ മോഡിൻ്റെയും ഒക്കെ സ്വിച്ചുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ വണ്ടി ട്രാഫിക്കിലോ മറ്റോ നിന്ന് അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ ഫ്യൂവൽ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകുന്ന സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻറ്റീരിയറിനകത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഒരു 7D മാറ്റ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകെ നിര സീറ്റുകൾ കാണാം. പുറകിലത്തെ നിരയിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ ഡോർപാടുകളൊക്കെ നമുക്ക് നല്ല വൃത്തിയിലിരിക്കുന്നത് കാണാം. ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് മാറ്റ് ഒക്കെ പുതിയതിട്ട് നല്ല ക്ലീനായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണാം. ഒരു വിധത്തിലുള്ള ഡാമേജുകളോ ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. സീറ്റുകളുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ലെതർ സീറ്റിൻ്റെ കമ്പനി ഒറിജിനൽ സീറ്റിൻ്റെ ആ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റൂഫിൻ്റെ ഭാഗത്തേക്ക് വരാം. റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറാണ്. ഏകദേശം ഒരു 80-90% ഉള്ള ടയറുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലത്തെ ടയർസ് നമുക്കൊരു 70% മാത്രമുള്ള ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സ്റ്റെപ്പിനി നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 80% മാത്രമുള്ള 70% മാത്രമുള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുവാണ്. 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,01,134 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ഒരു 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണ്. ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് 2025 ഡിസംബർ 21-ാം തീയതിയാണ്. എനിക്ക് തോന്നുന്നത് 96,000-ലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പേര് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 28,50,000 ആണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും നെഗോഷിയേഷൻസ് ഉണ്ടാകുന്നതാണ്. വണ്ടിയുടെ മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വണ്ടി എടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ചൊരു വലിയൊരു പൈസ ചിലവ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്യാനായിട്ടില്ല. നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ഇങ്ങനെയുള്ള വണ്ടികളാണ്. പലപ്പോഴും നമ്മളെ വിളിച്ചിട്ട് ക്രിസ്റ്റയുടെ കാര്യത്തിലാണെങ്കിലും ഫോർച്യൂണറിൻ്റെ കാര്യത്തിലാണെങ്കിലും 8 ലക്ഷം രൂപയ്ക്ക് ക്രിസ്റ്റ കിട്ടുമോ 15 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് അതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊന്നും ഞാൻ വണ്ടി എടുക്കാറില്ല. നമ്മുടെ കയ്യിലുള്ള വണ്ടി റെഡി ടു യൂസ് ആണ്. നിങ്ങൾ ഡീസൽ അടിക്കുക എന്നുള്ള ഒരു ചിലവല്ലാതെ നിങ്ങൾക്ക് വേറെ അഡീഷണൽ വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾ പെയിൻറ്റ് ചെയ്യേണ്ടതോ പോളിഷ് ചെയ്യേണ്ടതോ പാച്ച് വർക്ക് ചെയ്യേണ്ടതോ എഞ്ചിൻ പണിയേണ്ടതോ സസ്പെൻഷൻ മാറേണ്ടതോ ആയിട്ടുള്ള അങ്ങനത്തെ ഡാമേജ്ഡ് വണ്ടികൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിക്കുക. അതുപോലെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ യാതൊരു വേറെ ഒരു ഔട്ട്സൈഡ് വേറൊരാളുമായിട്ട് പാർട്ട്ണർഷിപ്പോ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ അവരുമായിട്ട് ടൈപ്പിലോ ഒന്നും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഓർഡർ കൺഫേം ആകുന്നതനുസരിച്ചിട്ട് നമ്മൾ വണ്ടികൾ പോയി നോക്കിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്, ഞാൻ വണ്ടി പർച്ചേസ് ചെയ്തിട്ട് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ലിസ്റ്റ് ഇട്ടതാ ഞങ്ങൾ പറയാം, നിങ്ങൾ ലിസ്റ്റ് ഇട്ടതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ലിസ്റ്റ് വരുന്ന വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറി നിറയത്തുള്ളൂ. ഞാനത് അങ്ങനെ തന്നുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനമില്ല. ഞാൻ പോയി നോക്കി ഇൻസ്പെക്ട് ചെയ്ത് എനിക്ക് 100% തൃപ്തിയാകുന്ന വണ്ടികൾ എനിക്ക് വാങ്ങുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ വാങ്ങിയെടുത്ത് തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് മറിച്ച് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഒരു സ്പെക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ആവശ്യപ്രകാരമുള്ള വണ്ടികൾ ഒരിക്കലും എൻ്റെ കയ്യിൽ വരത്തില്ല. കാരണം ഞാൻ പ്രൈസിനെക്കാട്ടിലും ഉപരി വണ്ടിയുടെ ക്വാളിറ്റിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വണ്ടികൾ എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി യൂസിന് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ്. അതിപ്പം ഫോർച്യൂണറോ ക്രിസ്റ്റയെന്നോ മാത്രമല്ല, ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും, അത് പ്രീമിയം വെഹിക്കിൾ ആയിക്കോട്ടെ ചെറിയ വണ്ടികളായിക്കോട്ടെ ഏത് വാഹനങ്ങളാണെങ്കിലും ഡൽഹിയിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നാട്ടിലെത്തിച്ച് രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
നിങ്ങളൊരു വാഹനം ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നാട്ടിലെത്തിച്ച് രജിസ്റ്റർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാനുണ്ടോ, വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷൻ, വണ്ടിയുടെ മറ്റ് പേപ്പർ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേരിൽ ആ വാഹനം ആകുന്നിടം വരെ ഇവിടുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ 100% റെസ്പോൺസിബിളായിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകത്തില്ല. നിങ്ങളുടെ പേരിൽ വണ്ടിയായി നിങ്ങൾ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളുടെ, ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ആണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിലാണ് ആദ്യം അപ്ലോഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളിടുന്ന എല്ലാ വാഹനങ്ങളുടെയും ആദ്യം തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഒരു വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ നമ്പറാണ് നമുക്കുള്ളത്. ആ നമ്പറിൽ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും രാവിലെ 9 മണി തൊട്ട് രാത്രി 1 മണി വരെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾ മെസ്സേജ് ഇട്ടാലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വിദേശത്തുള്ളവർ നമ്മളെ വിളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബോട്ടിമിലും നമ്മൾ അവൈലബിൾ ആണ്. ബോട്ടിമിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.